ഒരുമിച്ച് കർത്താവിൻ നാമത്തിൽ വന്ദനം. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധാനത്തിൽ വരുവാൻ ഇടയാക്കിയതോർത്ത് വിശേഷിച്ച് പകൽ സമയത്തെ വളരെ ബദ്ധപ്പാടുകൾക്കൊക്കെ ശേഷം ദൈവത്തെ സ്നേഹിച്ച് കർത്താവിൻ്റെ തിരുവചനത്തെ സ്നേഹിച്ച് വന്നു ചേർന്നിരിക്കുന്ന ബഹുമാന്യരാകുന്ന പ്രിയപ്പെട്ടവരാകുന്ന നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിശ്ചയമായിട്ടും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ദൈവത്തിൻ്റെ വചനം നമുക്ക് കർത്താവ് പ്രകാശിപ്പിച്ചു തരേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ നമുക്ക് തുടരാം. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ ദിവസങ്ങളിൽ വളരെ പരമപ്രധാനമാകുന്ന വിഷയങ്ങൾ, എല്ലാ കാര്യങ്ങളും വളരെ പ്രാധാന്യമുള്ളതാണ്. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരുപക്ഷെ ഓടിച്ചൊക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അൺഡിവൈഡഡ് അറ്റൻഷൻ ആവശ്യമാണ്. അതുപോലെ വളരെ പ്രാർത്ഥന ആവശ്യമാണ്. അതുകൂടാതെ നിങ്ങൾ നോട്ട്സൊക്കെ കുറിക്കുന്നുണ്ടെങ്കിൽ യു ആർ വെൽക്കം ടു ഡു ദാറ്റ്. എന്നാൽ അത് വീട്ടിൽ പോയി ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് അയവിറക്കാമെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാകുവാൻ അത് നമ്മെ സഹായിക്കും. ആകയാൽ അങ്ങനെ ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അത് ഓപ്ഷണലായിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം എനിക്ക് കേൾക്കുകയും എഴുതുകയും കൂടെ ചെയ്യാൻ പറ്റുകയില്ല. എയ്തർ ഐ വിൽ ലിസൺ ഓർ ഐ റൈറ്റ് ഡൗൺ. അതുകൊണ്ട് ഇറ്റ് ഈസ് അപ് ടു യു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. നോട്ട് കുറിച്ചെടുക്കുന്നവർ നിശ്ചയമായിട്ടും അതൊന്ന് റിവൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ വചനം നമുക്ക് പഠിപ്പാൻ കഴിയത്തുള്ളൂ. കാരണം ഇതൊരു ബൈബിൾ ക്ലാസ് ആണല്ലോ. സാവധാനതയിൽ പറഞ്ഞു പോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. പലപ്പോഴും ഈ ഓരോ ആഴ്ചയുടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട്, അതുമാത്രമല്ല ഒരുപക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് പലർക്കും വരാൻ കഴിയാത്തത് കൊണ്ടും പല കാര്യങ്ങളും വ്യക്തമാകാതെ പോകുന്നുണ്ട്. അതെനിക്കറിയാം. പക്ഷെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിപ്പാൻ നമുക്ക് സമയമില്ല. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ന്യായമാകുന്ന സംശയങ്ങൾ പലരും എന്നോട് ചോദിച്ചു. അപ്പോൾ അതിനൊരു വിശദീകരണം നൽകേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ടും സംശയം, എല്ലാത്തിനും സംശയം നിവാരണം നൽകുവാൻ കഴിയുമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എൻ്റെ വാക്കുകൾക്ക് അതിന് കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. മാത്രമല്ല, ദൈവവചനത്തിൽ മിസ്റ്ററീസ് ആയിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്. വെൻ ദ ബൈബിൾ ഈസ് സൈലന്റ് ഓൺ സംതിങ്, വി ബെറ്റർ be silent. That's a good attitude. ദൈവത്തിൻ്റെ വചനം സൈലന്റ് ആയിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ സൈലന്റ് ആകുക നല്ലത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ക്രമീകരിക്കേണ്ട, അറിയേണ്ട സകല കാര്യങ്ങളും യാതൊരു ആശയ പെശകോ, ട്രാൻസ്ലേറ്റ് ചെയ്ത് അനേക ട്രാൻസ്ലേഷൻസ് ഉണ്ടെങ്കിലും ഈ ഒരു ട്രാൻസ്ലേഷനിലും കോൺട്രഡിക്ടറി ആയിട്ടോ ആശയ പിശകുണ്ടാകുന്ന നിലയിലോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ നിത്യതയ്ക്ക് വേണ്ടി നമ്മളെ ഒരുക്കാൻ ആവശ്യമായതെല്ലാം ദൈവത്തിൻ്റെ വചനം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിനുള്ളതാണെന്ന് മനസ്സിലാക്കി നമ്മൾ വി ഷുഡ് ബി കണ്ടന്റ് വിത്ത് ദാറ്റ്. പക്ഷെങ്കിൽ വചനം വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാനായി പരിശ്രമിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതാകുന്ന വേദഭാഗം, ആ വേദഭാഗം ഒന്ന് വായിച്ച് നമ്മൾ തുടങ്ങുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. റോമാലേഖനം 8-ാം അധ്യായം നമ്മൾ ചില ആഴ്ചകളായിട്ട്, എനിക്ക് തോന്നുന്നു ഏകദേശം 4 ആഴ്ചയോളമായിട്ട് ഈ ഭാഗത്ത് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. 8-ാം അധ്യായം അതിൻ്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ഉറക്കെ ഒന്ന് വായിക്കാം ആർക്കെങ്കിലും. അത് തുടർന്ന് വായിച്ചു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാവേണ്ടതിനെ അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. മതിയാകും. ഈ വേദഭാഗം ഞാൻ പറഞ്ഞല്ലോ, 28 മുതലുള്ള വേദഭാഗം ഒരു വിഷയമാണ് പൗലോസ് പറയുന്നത്.
എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്റെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതെന്താണെന്നൊക്കെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച ചിന്തിച്ചു. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ചൊന്നും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കാര്യമൊക്കെ നമ്മൾ ചിന്തിച്ചു. ആകട്ടെ, 29-30 വാക്യങ്ങളിൽ മുകളിൽ പറഞ്ഞതിന്റെ വിശദീകരണമാണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. അതായത് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് പറയുമ്പോൾ our faith in God not a leap into the dark. It is, our faith is a reasonable proposition. വിശ്വാസം എന്നുള്ളത് വിശ്വാസത്തെ യുക്തി കൊണ്ട് വിശദീകരിക്കാൻ ഒക്കെയല്ല. പക്ഷേ ഞാൻ ലെറ്റ് മീ ഡെയർ ടു സേ ദിസ്, വിശ്വാസം എന്നത് യുക്തിസഹമാണ്. ഞാൻ വിശദീകരിക്കാം. വിശ്വാസം എന്നത് യുക്തിസഹമാണെന്ന് പറയുവാൻ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഡോക്ടർ ബെല്ലി ഗ്രഹാം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാ: I have no problem believing that the whale swallowed Jonah. I would have believed if the Bible said that Jonah swallowed the whale. I have no problem with that. അദ്ദേഹം പറഞ്ഞിങ്ങനെയാ: യോനായെ മത്സ്യം വിഴുങ്ങിയെന്ന് വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കാൻ എനിക്കൊരു പ്രയാസമില്ല. അല്ല, നേരെ തിരിച്ച് മത്സ്യത്തെ, ആ വലിയ തിമിംഗലത്തെ യോന വിഴുങ്ങിയെന്നായിരുന്നു എഴുതിയിരുന്നെങ്കിലും ഞാനത് വിശ്വസിച്ചേനെ. കാരണം അദ്ദേഹം പറഞ്ഞത് God is God and he could do it. ദൈവമാകൊണ്ട് അവിടുന്ന് അത് ചെയ്യാൻ കഴിയും. ഞാൻ അതാ പറഞ്ഞത്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റീസണബിൾ പ്രൊപ്പോസിഷൻ. വിശ്വാസം എന്ന് പറഞ്ഞാൽ റീസണബിളാ. Since God is who the Bible claims to be, he could do it. ദൈവം, വേദപുസ്തകം പറയുന്ന ദൈവം, വേദപുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവം സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാണെങ്കിൽ I have no problem believing what the Bible says. ഇതാണ് ഞാൻ പറഞ്ഞത്, യുക്തിസഹമാ വിശ്വാസമെന്ന് ഞാൻ പറഞ്ഞത്. ആകട്ടെ, നമുക്ക് മുൻപോട്ട് പോകാം. അങ്ങനെ പൗലോസ് മുകളിൽ പറഞ്ഞതിന്റെ റീസൺസ് ആണ് താഴെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവിക കാര്യപരിപാടികളെ കുറിച്ച് താൻ പറയുന്നു. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട വാക്കുകൾ ഇങ്ങനെയാണ്: മുൻ അറിവ്, ഫോർ നോളജ്; മുൻ നിയമനം, പ്രീ ഡെസ്റ്റിനേഷൻ; വിളി, കോളിംഗ്; നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ; തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ. ഈ 5 വാക്കുകളാണ് പൗലോസ് ഈ വേദഭാഗത്ത് പറയുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വിശദീകരിക്കാൻ ശ്രമിച്ചത് മുൻ അറിവും മുൻ നിർണയവുമാണ്. അതിനെക്കുറിച്ച് അല്പം നമ്മൾ വിശദീകരിച്ചു. എന്നാൽ പലരും എന്നോട് പറഞ്ഞു മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആകട്ടെ, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കാനായിട്ട് പോകുകയാണ്. സ്തോത്രം. ഞാൻ മുന്നറിവിനെ കുറിച്ച് പറഞ്ഞ് ആ കാര്യം മുൻപോട്ട് നമുക്ക് പറഞ്ഞു വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. മുന്നറിവെന്നുള്ളത് സാധാരണഗതിയിലുള്ള അർത്ഥം ഒരു കാര്യം സംഭവിക്കുന്നതിന് മുൻപ് അറിയുക എന്നുള്ളതാണ്. എന്നാൽ ഞാൻ പറയുകയുണ്ടായി, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ദൈവവചനം ഉദ്ദേശിക്കുന്ന മീനിങ്, അർത്ഥം അതല്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം ചിലർ മാത്രം വിശ്വസിക്കുമെന്ന് മുന്നറിഞ്ഞ് ദൈവം അവരെ രക്ഷിക്കപ്പെടാനായി മുൻ നിയമിച്ചു എങ്കിൽ, അങ്ങനെ മുൻപ് കൂട്ടി ചിലരെ അറിയുന്ന ഒരു കാര്യത്തെക്കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. കാരണം അത് തെറ്റാ. കാരണം ദൈവത്തിന് എല്ലാവരെയും അറിയാം, എല്ലാം അറിയാം. എന്ത് സംഭവിക്കുന്നതിന് മുൻപും ദൈവത്തിനറിയാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഇവിടെ കുറച്ചു പേരെ മുന്നറിഞ്ഞെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. എന്തുകൊണ്ട്? അതിനൊരു തെളിവ് ഞാൻ തരാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വാക്യം തരാം. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്: ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ദൈവത്തിന് അവരെ കുറിച്ച് അറിവില്ലെന്നാണോ? അല്ല. അപ്പൊ അറിയുക എന്ന പദപ്രയോഗം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മുൻപേ കൂട്ടി ഞാൻ അറിഞ്ഞില്ലെന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ
ദൈവത്തിന്റെ അപ്രൂവൽ അവരുടെ ശുശ്രൂഷയിൽ, അവരുടെ ചെയ്തികളിൽ ഇല്ലായിരുന്നു എന്ന അർത്ഥമാണ്. അങ്ങനെയെങ്കിൽ വേദപുസ്തകത്തിലെ മറ്റ് ഭാഗങ്ങളൂടെ നമ്മൾ ചേർത്ത് ചിന്തിച്ചാൽ, വിശേഷിച്ച് ഇസ്രായേലിനെ ദൈവം മുന്നറിഞ്ഞു. 11-ാം അധ്യായം റോമാലേഖനം 2-ാം വാക്യത്തിൽ മുന്നറിഞ്ഞ തന്റെ ജനത്തെ തള്ളിക്കളഞ്ഞില്ല എന്ന് പൗലോസ് പറയുന്നു. അങ്ങനെയെങ്കിൽ അറിയുക എന്ന എബ്രായ പദം കേവലം ഇന്റലക്ച്വൽ നോളജിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു എന്ന് പറയുമ്പോൾ നീതിമാനെ ദൈവം മനസ്സിലാക്കി നീതിമാനുമായിട്ടൊരു ഉടമ്പടി ബന്ധത്തിലേക്ക് ഇടപെട്ട് അവനെ നീതിമാനാക്കി അവനുമായിട്ട് ഉടമ്പടി ബന്ധത്തിലേക്ക് ഏർപ്പെട്ട് അവനെ കരുതി അവനെ പരിപാലിക്കുന്ന ആ അവസ്ഥയ്ക്കാണ് എബ്രായ ഭാഷയിലും അറിയുക. അതുകൊണ്ടാണ് ഞാൻ ചില വാക്കുകൾ പറഞ്ഞല്ലോ, എബ്രായ പദത്തിന് നമ്മുടെ സാധാരണ പദത്തിനേക്കാളും ആഴമാകുന്ന അർത്ഥമുണ്ട്. ഹി ന്യൂ ഹെർ അല്ലെങ്കിൽ ഷീ ന്യൂ ഹിം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് മോർ ദാൻ അവർ കോമൺ യൂസേജ്. നമ്മൾ സാധാരണ പറയുന്നതിലും വ്യത്യസ്തമാകുന്ന അർത്ഥമാണല്ലോ, അതാണ് അറിയുക. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനെ ദൈവം മുന്നറിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മുൻ സ്നേഹിച്ചു എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. വാക്യം വായിക്കാം. ഡ്യൂട്രോണമി, ആവർത്തനം 7-ന്റെ 6-7 വാക്യങ്ങളൊന്ന് വായിച്ചേ. ആവർത്തനം 7-ന്റെ 6-7, അതിന്റെ 10-ന്റെ 15, 14-ന്റെ 2, ഇതൊക്കെ അതേ കാര്യമാണ് പറയുന്നത്. ആവർത്തനം 7-ന്റെ 6-7. എന്റെ ഒപ്പം എല്ലാവരും വരണേ, ശ്രദ്ധിക്കണേ. ഞാൻ പറയും ആകുന്നു. യെസ്, അല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ടു. നോക്കിയേ, യഹോവ നിങ്ങളെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് റോമർ 11:2 പറയുന്നത്, മുന്നറിഞ്ഞ തന്റെ ജനത്തെ എന്ത് ചെയ്യുന്നില്ല, ദൈവം തള്ളിക്കളഞ്ഞില്ല. അപ്പോൾ മുന്നറിയുക എന്നതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ കഴിയും, മുൻ സ്നേഹിക്കുക. മുൻ സ്നേഹിച്ച് അവരെ തെരഞ്ഞെടുത്തു. സകല ജാതികളിൽ നിന്നും അവരെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുക്കുക എന്ന പദവും വളരെ അർത്ഥ സമ്പുഷ്ടമാകുന്ന ഒരു പദമാണ്. അതിന്റെ കോമൺ ആയിട്ട് പറഞ്ഞ ടു ഫേവർ വൺ ഓവർ ദി അതർ, മറ്റുള്ളവരെ തള്ളിയേച്ച് ഒന്നിനെ തെരഞ്ഞെടുക്കുന്ന ആ അർത്ഥം തന്നെയാണ് അതിനുള്ളത്. അതാ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, മുൻ നിയമനം അല്ലെ തെരഞ്ഞെടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതാ അർത്ഥം. ഇതേ പദമാണ് ദാവീദ് ഗോലിയാത്തിന് എതിരെ യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ ആ തോട്ടിൽ നിന്ന് 5 കല്ല് എടുത്തു. ഒത്തിരി കല്ലുണ്ടായിരുന്നു, പക്ഷെ ചിലതിനെ മാത്രം എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. അതേ അർത്ഥം തന്നെയാണ് മുന്നറിയുക, മുൻ നിയമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മുൻ നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം കൂടെ അർത്ഥമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4:28 നിന്റെ 4:28 വായിക്കാമോ? മുൻ സംഭവിക്കണമെന്ന് നോക്കി. അപ്പൊ സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻ നിയമിച്ചത്. അപ്പോ ദൈവം എന്ത് ചെയ്യുന്നു, മുൻ അറിയുന്നു, മുൻ നിയമിക്കുന്നു. ഇത് വേദപുസ്തകം നൽകുന്ന പഠിപ്പിക്കുന്ന ആശയമാണ്. എന്തുകൊണ്ടാ ദൈവം ഇങ്ങനെ പറയുന്നത്? ഇത് വീണ്ടെടുക്കപ്പെട്ടവരാകുന്ന ദൈവജനത്തോട് എക്സ്ക്ലൂസീവ്ലി പറയുന്ന വാക്കാണ്. ഞാൻ പറയട്ടെ, ഇതൊരു ഫാമിലി ലാംഗ്വേജ്. രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങളെ ദൈവം എന്ത് ചെയ്തു, മുൻ അറിഞ്ഞു അല്ലെ മുൻ സ്നേഹിച്ചു. ഉലകസ്ഥാപനത്തിന് മുൻപേ നമ്മളെ എന്ത് ചെയ്തു, തെരഞ്ഞെടുത്തു. മുൻ അറിഞ്ഞു, മുൻ സ്നേഹിച്ചു. മുൻ സ്നേഹിച്ചു, മുൻ നിർണയിച്ചു. അപ്പോൾ നമ്മളെ മുൻ സ്നേഹിച്ച് ദൈവം മുൻ നിർണയിച്ചു എന്ന് പറയുന്നതിന്റെ അർത്ഥം, നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല.
അതിന്റെ ആരംഭം മുതൽ, ഞാൻ വ്യക്തമാക്കാം, അതിന്റെ മറുവശം പറയുന്നുണ്ട്, എന്നാൽ ഇത് ആദ്യം മനസ്സിലോട്ടൊന്ന് കയറട്ടെ. അതിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ നിർണയവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും ദൈവത്തിന്റെ മുൻ സ്നേഹവും ദൈവം നിർണയിച്ചതുകൊണ്ടും ആലോചിച്ചതുകൊണ്ടും ദൈവത്തിന് പ്രസാദമായതുകൊണ്ടുമാണ് നമ്മൾ എന്തായി തീർന്നത്? ദൈവമക്കളായി തീർന്നത്. അപ്പോൾ മുൻ അറിയുക, മുൻ നിർണയിക്കുക എന്ന പദത്തിൽ കൂടെ, ഈ രണ്ട് പദങ്ങളിൽ കൂടെ നമ്മൾ ഗ്രഹിക്കേണ്ട വിഷയം ഇതാണ്: നമ്മുടെ രക്ഷയ്ക്ക് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ദൈവം ആ സകലോൻ ചെയ്തതെന്നുള്ളത് നമ്മൾ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അത് ഒന്നുകൂടെ വ്യക്തമാക്കാം. അതിന് 11-ാം അധ്യായം റോമാലേഖനത്തില് അതിന്റെ 5 മുതലുള്ള അതായത് കുട്ടിയാണോ പെണ്ണോ എന്നറിയുന്ന 9-ാം അധ്യായം ഒന്ന് വായിച്ചേ. 9-ന്റെ 11-ാമത്തെ വാക്യം. ചെയ്യും മുമ്പേ നോക്കിയ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം. ആ പദം നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യണം. തെരഞ്ഞെടുപ്പിൻ, നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഒപ്പം വരണേ. ഇത് ഹാർഡ് മീറ്റ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ ഒപ്പം വന്നെങ്കിൽ ഞാൻ ചില സംശയങ്ങളെ അഡ്രസ് ചെയ്യുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല. നോക്കിക്കേ, അപ്പൊ മുൻനിർണയം എന്നുള്ളത് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? എന്റെ പ്രവൃത്തി കൊണ്ടല്ല ദൈവം എന്നെ രക്ഷിച്ചത്, ദൈവം ഡിസൈഡ് ചെയ്തത് കൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ എന്ത് ചെയ്തു? തെരഞ്ഞെടുത്തു. ഇത് ഈ വശം ഒന്ന് ഉള്ളിലൊന്ന് കയറിയിട്ട് ഞാൻ മറുവശത്തേക്ക് വരാം. കാരണം സംശയങ്ങൾ ഒത്തിരി ഉണ്ട്. എന്നോട് ചോദിച്ച ചില സംശയങ്ങൾ ഞാനിപ്പോൾ അഡ്രസ് ചെയ്യാം. എന്നാൽ ഇത് ഉള്ളിലോട്ടൊന്ന് കയറിക്കേ. അതായത് എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി, എനിക്കിതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനുമില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 2:1 പറയുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ആരായിരുന്നു? നമ്മൾ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? നമ്മൾ മരിച്ചവരായിരുന്നു, അല്ലേ? മരിച്ച ആളിനോട് എന്നോ പറഞ്ഞാലും അവൻ റെസ്പോണ്ട് ചെയ്യുമോ? ഒപ്പം വന്നേ ആശയം ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. മരിച്ച ആളിനോട് എന്നോ പറഞ്ഞാലും എന്ത് പറ്റിയില്ല? റെസ്പോൺസ് ഇല്ല. മരിച്ച ആള് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ജീവൻ വരണം. നോക്കിക്കേ, അപ്പൊ ഈ പ്രവൃത്തി ആരാ ചെയ്തത്? ദൈവമാ ചെയ്തത്, ഇല്ലേ? അതുകൊണ്ടാ നമ്മള് ആ ഭാഗം നമ്മൾ മുകളിൽ പറയുന്ന കാര്യം ഞാൻ പെട്ടെന്ന് നിങ്ങളുടെ ചിന്തയൊന്ന് ഉദ്ദീപിപ്പിക്കാനായിട്ട്, എനിക്കറിയാം നിങ്ങൾക്ക് സംശയം തോന്നിയത് തന്നെ നല്ലൊരു സൈനാ. ഈ മുകളിൽ പറയുന്ന, അതായത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ, അവന്റെ വിളിയാലുള്ള ചെയ്യുന്നതെന്നും അവന്റെ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വ്യാപാരം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അത്രയും പറഞ്ഞ് നമ്മൾ നിർത്തിയേച്ച് സൗകര്യപൂർവം ഇപ്പൊ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളായിട്ട് ദൈവത്തെ അങ്ങ് ചിത്രിക്കുക. അതാ എല്ലാവർക്കും. അതാ പണ്ട് കുമാരനാശാൻ കുഞ്ചൻ നമ്പ്യാര്, ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കൊതുകിന് ചോരയാ ഇഷ്ടം. എന്നെ പറഞ്ഞാലും ഇവിടെ വന്നിരിക്കും, ഇവിടുത്തെ കാര്യങ്ങളിൽ വന്നിരിക്കും. അയ്യോ, അങ്ങനെയല്ല. താഴോട്ട് വരുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരിൽ നിന്ന് അതിന്റെ അടുത്ത വാക്യങ്ങൾ 20 മുതൽ എഫേസ്യ ലേഖനം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പൊ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്ന ശക്തിയാണ് ഏത് ശക്തി? ദൈവശക്തി. എന്നിട്ട് പറയാ ക്രിസ്തുവിനെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അത് പറഞ്ഞേച്ച് നമ്മുടെ ബൈബിളിൽ 2-ാം അധ്യായമുള്ളത് തുടർന്ന് അടുത്ത വാക്യത്തിൽ പൗലോസ് പറയുക, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും എന്ത് ചെയ്തു?
ഉയർപ്പിച്ചു. അപ്പം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്ന ചരിത്ര സത്യം മാത്രമല്ല, എന്നെ ഉയർപ്പിച്ചു എന്ന വർത്തമാനകാല സത്യം ദൈവശക്തിയുടെ പ്രദർശനമായിട്ട് നിൽക്കുന്നെന്നാ പൗലോസ് പറഞ്ഞു. എന്നെ ഉയർപ്പിച്ചു, നമ്മളെ ഉയർപ്പിച്ചു. അപ്പൊ പുറത്തു നിന്ന് മരിച്ച എന്നെ ഉയർപ്പിച്ചു. എനിക്കതിനകത്ത് ഒരു കോൺട്രിബ്യൂഷനും ഇല്ല, ദൈവമാ ചെയ്തത്. പിന്നെ അതിന്റെ 8-9 വാക്യങ്ങൾ വായിച്ചേ. കൃപയാലല്ലോ വിശ്വാസം മൂലം അപ്പോ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എങ്ങനെ രക്ഷിക്കപ്പെട്ടു? വിശ്വാസം മൂലം. ഓക്കെ, വിശ്വാസം മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടു. എന്നിട്ട് പറയാ, അതിനും നിങ്ങൾ കാരണമല്ല. ഏതിന്? വിശ്വസിക്കാനും ആര് കാരണമല്ല? നമ്മൾ കാരണമല്ല. കാരണം വിശ്വാസവും എങ്ങനാ കിട്ടിയത്? കൃപയാലാ കിട്ടിയത്. അത് എടുത്തു വായിച്ചു, വാക്യങ്ങൾ പറഞ്ഞ് പോകുന്നതിനേക്കാൾ എടുത്തു വായിച്ചു പോകുന്നതാ ഒന്നുകൂടെ ഉറപ്പ്. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായം 18-ാം അധ്യായം അതിന്റെ 27-ന്റെ 2-ാം ഭാഗം. അവിടെ എത്തിയാറേ അവൻ അപ്പോ എങ്ങനെയാ വിശ്വസിച്ചത്? ദൈവകൃപയാൽ. അപ്പൊ വിശ്വാസം എന്നുള്ളതും എന്താ? അതുകൊണ്ട് തന്നെയാ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഈ പോസിറ്റീവ് തിങ്കിങ് അല്ല വിശ്വാസം. മനസ്സിലായോ? കൃപയാലാ നമ്മൾ വിശ്വസിച്ചത്. അതുപോലെ ഫിലിപ്പി ലേഖനം 1:20 എടുത്ത് വായിക്കണ്ട ആ വാക്യം. അത് ക്രിസ്തുയേശുവിൽ വിശ്വസിപ്പാനല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വാസം എങ്ങനെയാ കിട്ടിയത്? വരം കിട്ടിയതുകൊണ്ട്, കൃപ കിട്ടിയോണ്ട്. ആകട്ടെ, അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയാ. ഒരു വാക്യം കൂടെ വായിക്കാം. ഒത്തിരി വാക്യങ്ങളുണ്ട്, എല്ലാം എടുത്ത് വായിക്കാൻ നേരമില്ലെങ്കിലും ഉള്ളിൽ ഇത് കയറാൻ വേണ്ടിയിട്ട് ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് 19:1. വെളിപ്പാട് 19:1. അനന്തരം ഞാൻ സ്വർഗ്ഗത്തിൽ വലിയ പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും. ഒന്ന് വ്യക്തമാക്കി വായിച്ചേ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. സാൽവേഷൻ ബിലോങ്സ് ടു അവർ ഗാഡ്. രക്ഷയെന്നുള്ളത് ആരുടെ ദാനമാ? ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ രക്ഷയെന്നുള്ളത് അത് ദൈവത്തിന്റെ ദാനമാണെന്നുള്ള വ്യക്തമാകുന്ന ഉപദേശം പഠിപ്പിക്കുന്ന വാക്കുകളാണ് മുന്നറിവും മുൻനിർണയവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞു. എസെക്കിയേൽ എന്ന് പറയുന്ന ആ ഭക്തനാകുന്ന മനുഷ്യൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച ആ മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞു. രക്ഷയെന്നുള്ളതിനെ ഒരു വീടിനോട് ഉപമിക്കാമെങ്കിൽ അദ്ദേഹം പറഞ്ഞു, അതിന്റെ മുൻപിൽ കാണുന്ന വാക്യം ഇതാണ്: വിശ്വസിക്കുന്ന ഏവർക്കും സ്വാഗതം. വിശ്വസിക്കുന്ന ഏവർക്കും സ്വാഗതം. അകത്തോട്ട് കയറി തിരിഞ്ഞു നോക്കുമ്പം കാണുന്നത് മുൻനിർണയിച്ചിരിക്കുന്നു. നോക്കിയേ, അപ്പൊ വിശ്വസിക്കുന്ന ഏവർക്കും സ്വാഗതം. അകത്തോട്ട് കയറിയപ്പോ മനസ്സിലായി, എന്ത്? എന്നെ മുന്നറിഞ്ഞു, മുൻനിർണയിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. എന്റെ ഗുണം കൊണ്ടല്ല, എന്നെ മുന്നറിഞ്ഞു മുൻനിർണയിച്ചത് കൊണ്ട് ഞാൻ കയറി. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ വന്നു എന്ന് രൂത്തിനെ കുറിച്ച് എഴുതിയേക്കുന്നത് പോലെ തന്നെ നമ്മുടെ രക്ഷയെന്നുള്ളത് ദൈവത്തിന്റെ മഹാദാനമാണ് എന്ന ആശയമാണ് മുന്നറിവും മുൻനിർണയവും തരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം മുന്നറിഞ്ഞ്, മുൻ സ്നേഹിച്ച്, മുൻ നിർണയിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. ഇത് നമ്മുടെ വീട്ടിലെ ഭാഷയാ, പുറത്തുള്ളവരോട് പറയുന്നതല്ല, വീട്ടിലെ ഭാഷയാ. അപ്പൊ എന്നെ മുന്നറിഞ്ഞ് മുൻനിർണയിച്ചു. അപ്പൊ രക്ഷയെന്നുള്ളത് നകത്ത് എന്റെ പാർട്ടല്ല, ദൈവത്തിന്റെ കൃപയാ ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, കാരണം അത് ദൈവത്തിന്റെ കൃപ ഉണ്ടേലേ കഴിയത്തുള്ളൂ. മരിച്ചു കിടക്കുകയല്ലേ അതിക്രമങ്ങളാൽ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ, മരിച്ചു കിടക്കുകയല്ലേ. അപ്പൊ ദൈവം പുറത്തുനിന്ന് എന്നെ ജീവിപ്പിച്ചെങ്കിലേ എനിക്ക് രക്ഷിക്കപ്പെടാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ന്യായമായ ഒരു ചോദ്യം, ആ ചോദ്യം അഡ്രസ് ചെയ്ത് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പൊ ഒരാളിനോട് ചോദിച്ചു, ഒരു സഹോദരൻ എന്നോട് ചോദിച്ചത്. അപ്പൊ ഓക്കെ, സമ്മതിച്ചു, അത് കറക്റ്റ്, അത്രയും ക്ലിയർ ആണല്ലോ. നമുക്കതിനകത്തൊരു പാർട്ടിയുമില്ല. ദൈവം മുന്നറിഞ്ഞു, മുൻ സ്നേഹിച്ചു, മുൻ നിർണയിച്ചു, അതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടു. ആകട്ടെ,
5 സഹോദരന്മാരുള്ള ഒരു വീട്ടിൽ ഒരാളെ ദൈവം മുൻ സ്നേഹിച്ച് മുൻ നിർണയിച്ചത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? രക്ഷിക്കപ്പെട്ടു. സോ വാട്ട് അബൌട്ട് ദ 4 ബ്രദേഴ്സ്? അവരെ കാരണം മുൻ സ്നേഹിച്ച് മുൻ നിർണയിച്ചത് കൊണ്ടല്ലേ രക്ഷിക്കപ്പെട്ടത്. അപ്പൊ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മുൻ സ്നേഹിച്ച് മുൻ നിർണയിക്കാത്തത് കൊണ്ടല്ലേ എന്ന് വരുന്നില്ലയോ? അങ്ങനെയല്ല. ഇത് ഒരു അപ്പാരന്റ് കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുമെങ്കിലും ഇത് വചനത്തിന്റെ ഉപദേശം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ മിസ്റ്ററി ബൈബിൾ doesn't dispel completely the mystery of election. To be very frank, it doesn't completely dispel the mystery of predestination and election, but it has given us enough evidence to believe in that and also to അതായത് ഞാൻ പറയട്ടെ, വേദപുസ്തകം സമ്പൂർണമായിട്ട് അതിനെക്കുറിച്ച് നമ്മുടെ ജിജ്ഞാസകൾക്കെല്ലാം പരിഹാരം വരുത്തുന്നില്ലെങ്കിലും വ്യക്തമായി ഞാൻ ഇപ്പോൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം വേദപുസ്തകം തരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം ആ കാര്യം. എങ്ങനെയാ തരുന്നത്? അതായത് മുൻ സ്നേഹിച്ചു മുൻ നിർണയിച്ചത് കൊണ്ടല്ലേ, അപ്പൊ അവരെ മുൻ സ്നേഹിക്കാഞ്ഞത് കൊണ്ടല്ലേ എന്ന ന്യായമായ ചോദ്യം. എന്നാൽ അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഞാൻ പറയാം. വേദപുസ്തകം പഠിപ്പിക്കുന്നത്, വാക്യങ്ങൾ വായിക്കണം, അല്ല എങ്കിലേ അത് ക്ലിയർ ആകത്തുള്ളൂ. ഈ വാക്യങ്ങൾ വായിക്കാമോ? അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എനിവേ, ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല, നമുക്ക് സമയമില്ല. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1 പത്രോസ് 1:2 നമ്മളെക്കുറിച്ച്, ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെ ദൈവത്തിന്റെ ഇലക്റ്റ് എന്നും വൃതന്മാരെന്നും മുൻ അറിഞ്ഞ് പരിശുദ്ധാത്മാവിനാലുള്ള വിശദീകരണത്തിനും ഹൃദയങ്ങളിൽ തളിക്കപ്പെടുവാനുമായിട്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല. ആകട്ടെ, നമ്മളെക്കുറിച്ചും ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, നമ്മളെക്കുറിച്ചും അങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത് എന്നുള്ള കാര്യം അത് വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. സംശയമുണ്ടെങ്കിൽ ഞാൻ വിശദീകരിച്ചു തരാം പിന്നീട്. ആകട്ടെ, നമുക്ക് മുന്നോട്ട് പോവാം. ഒന്നാമതായിട്ട് ഈ കാര്യം, ദൈവത്തിന്റെ നിർണയമെന്നുള്ളത് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് വായിക്കാം. അതായത് ഒരു വീട്ടിൽ 5 സഹോദരന്മാരുണ്ടെങ്കിൽ 5 പേരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിന്റെ നിർണയം. വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:30, 1 തിമോഥെയോസ് 2:4, 2 പത്രോസ് 3:9. അറിയായ്മയുടെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട്. നോക്കിയേ, അപ്പൊ ഞാൻ പറഞ്ഞ ക്ലിയറായ വേദഭാഗങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തതയില്ലാത്ത വിഷയങ്ങളെ നമ്മൾ വിശദീകരിക്കണം. അപ്പൊ ക്ലിയറായ വേദഭാഗം എന്തുവാ? ദൈവം പറയുന്നു, ഇപ്പൊ അറിയായ്മയുടെ കാലത്തെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ലക്ഷ്യമാക്കാതെ എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. 1 തിമോഥെയോസ് 2:4. പെട്ടെന്ന് വായിച്ചേ. നോക്കുക, അപ്പൊ ദൈവത്തിന്റെ ഇച്ഛ എന്തുവാ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും പിന്നെ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ക്ലിയർ അല്ലേ വേദഭാഗം? ഒരു വീട്ടിൽ 5 സഹോദരന്മാരുണ്ടെങ്കിൽ 5 പേരും രക്ഷിക്കപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇനിയും 2 പത്രോസ് 3:9. വായിച്ചു. അത് തന്നെ ഇല്ല. ആരും നശിച്ചു പോകാതെ, നോക്കിക്കേ, ആരും നശിച്ചു പോകാതെ എല്ലാവരും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ ഇച്ഛ എന്തുവാ? ആരും നശിച്ചു പോകരുത്, എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പൊ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ഇച്ഛ. അത് ക്ലിയറാണ്. ഇനിയും ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 25:41 ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. അപ്പൊ നിത്യ അഗ്നി, നരകം ആർക്കു വേണ്ടിയാ ഒരുക്കിയേക്കുന്നത്?
പിശാചിന് വേണ്ടിയിട്ടാണ് ഒരുക്കിയേക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ അത് വ്യക്തമാണ്. മനുഷ്യൻ നശിച്ചു പോകാൻ ദൈവത്തിന് എന്തില്ല? ആഗ്രഹമില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നരകം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല, പിശാചിന് വേണ്ടിയിട്ട്. വളരെ വ്യക്തം. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് ആര് രക്ഷിക്കപ്പെടുമെന്നും ആര് നശിക്കുമെന്നും അറിയാം. പക്ഷെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ആരും നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇനിയും അടുത്ത 2 വാക്യങ്ങളൂടെ വായിക്കുമ്പോൾ ഈ കാര്യം ഒന്നുകൂടെ നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളുടെ കളി കാണാൻ പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക പ്ലീസ്. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമായി. ഇപ്പോൾ അവിടെ വർത്താനം പറയാതെ വചനം വ്യക്തതയോടെ മനസ്സിലാക്കണം. യോഹന്നാന്റെ സുവിശേഷത്തില് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ 2 വാക്യങ്ങള് നമ്മുടെ ഉത്തരവാദിത്വത്തെ കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തിയാ രക്ഷ, അപ്പോ പ്രീഡെസ്റ്റിനേഷൻ, ഫോർ നോളജ്, ഈ കാര്യത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന വാക്യമാണ് യോഹന്നാൻ 6:44. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കലേക്ക് വരാൻ കഴിയത്തില്ല. അപ്പൊ ദൈവം ആകർഷിച്ചെങ്കിലേ കഴിയത്തുള്ളൂ. അതേസമയം 5:40 എന്താ നമ്മൾ വായിച്ചേ? ഓക്കെ. അപ്പോ എന്റെ അടുക്ക വരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തില്ല? മനസ്സില്ല. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ? പിതാവ് ആകർഷിച്ചിട്ടേ കഴിയത്തുള്ളൂ. എന്നാൽ നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാ? കർത്താവിന്റെ അടുക്ക വരാൻ നമുക്ക് അപ്പൊ ഒരു വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്. ഒരാൾ രക്ഷിക്കപ്പെട്ടു, മറ്റുള്ളവർ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ആ 4 പേർക്ക് കർത്താവിന്റെ അടുക്കൽ വരാൻ മനസ്സില്ലാത്തത് കൊണ്ടാണെന്നാ വചനം പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ആകട്ടെ, പിന്നെ വേറെ ഒത്തിരി ചിന്തകൾ, അതിനെ കൊണ്ടൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. നമ്മൾ മുയലിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ മുയലിനെ ചേസ് ചെയ്തുകൊണ്ടങ്ങ് പോകും. അതുകൊണ്ട് വേറെ ഒത്തിരി ചിന്തകൾ, സുവിശേഷം കേൾക്കാത്തവരെ കുറിച്ച് നമ്മൾ റോമാലേഖനം 1-2 അധ്യായങ്ങൾ അത് വിശദീകരിച്ച് അങ്ങോട്ട് പോകുന്നില്ല. അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു പ്രധാനപ്പെട്ട വാക്യം കൂടെ വായിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോസ്തല പ്രവൃത്തി 13:48 ഒന്ന് വായിച്ചേ. ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു. ദൈവവചനത്തെ മഹത്വപ്പെടുത്തി. നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെന്ത് ചെയ്തു? എല്ലാവരും വിശ്വസിച്ചു. അപ്പൊ വിശ്വസിച്ച് ദൈവമക്കളായവരെ കുറിച്ച് ലൂക്കോസ് എഴുതുകയാണ്. എന്തുകൊണ്ടാണ് അവർ വിശ്വസിച്ചത്? എന്റെ ഒപ്പം വാ. എന്തുകൊണ്ടാ വിശ്വസിച്ചത്? അവരെ നിയമിച്ചത് കൊണ്ടാണ് അവരെന്ത് ചെയ്തത്? വിശ്വസിച്ചത്. എഗെയിൻ ആ പ്രശ്നം വരിക പിന്നെ നമുക്ക്. എന്നാൽ അതിനെ ബാലൻസ് ചെയ്യുന്ന അടുത്ത വാക്യം നമ്മൾ വായിക്കാം. വിശ്വസിക്കാത്തവരെ കുറിച്ച് എന്താ എഴുതിയേക്കുന്നത്? 46-ാം വാക്യം വായിച്ചേ. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ടു, ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു, എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യരാക്കി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അതിനെ തള്ളി നിങ്ങളെ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? നിത്യജീവന് അയോഗ്യരാക്കി തീർത്തു. അപ്പൊ ഇത്രയും മനസ്സിലാകുക. ഒരുവൻ നശിച്ചു പോയതിന് ഉത്തരവാദി അവനാണ്. എന്നാൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിനാണ്. ഇതാ അതിന്റെ വിഷയം. ഇത് തമ്മിൽ നമുക്ക് വിശദീകരിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് നമ്മുടെ ഹ്യൂമൻ മൈൻഡിൽ, നമ്മുടെ ബുദ്ധിയിൽ. പക്ഷെങ്കിൽ ഇതാ വേദപുസ്തകത്തിന്റെ ടീച്ചിങ്. അപ്പൊ രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണെന്നുള്ള ആ സത്യം നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്ന പദങ്ങളാണ് മുന്നറിവും മുൻനിർണയവും. അത്രയും ഏറെക്കുറെയൊക്കെ പിടികിട്ടി. ഇനിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിൽ കൂടുതൽ ഇപ്പം നമുക്ക് സമയമില്ല, നമുക്ക് മുൻപോട്ട് പോകാം. അപ്പോൾ ഈ കാര്യം നമ്മൾ വിശദമാക്കി നമ്മൾ മുൻപോട്ട്. അങ്ങനെ മുൻനിർണയിച്ചവരെ വിളിച്ചു എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു. സ്തോത്രം. ദൈവം എങ്ങനെയാ വിളിക്കുന്നതെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേദപുസ്തകം വാക്യങ്ങൾ മാത്രം വായിച്ചങ്ങ് പോയിട്ട് നമ്മൾ തിരികെ ഈ ഭാഗത്തേക്ക് തന്നെ മടങ്ങി വരും. അതായത് മുന്നറിവ് മുൻനിർണയത്തിലേക്ക് വീണ്ടും മടങ്ങി വരും. അതിനു മുൻപ് ഇത് ഒന്ന് വിശദീകരിച്ച് നമുക്ക് പോകാം. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ സഹോദരന്മാരിൽ അതിജാതനാകേണ്ടതിന് മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? 2 തെസ്സലോനിക്കർ 2:14.
അപ്പോ വിളിച്ചതെങ്ങനെയാ? സുവിശേഷ ഘോഷണത്താൽ, സുവിശേഷത്താലാ വിളിച്ചത്, സുവിശേഷത്താല്. അപ്പൊ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സുവിശേഷം കേൾക്കുകയും അതിനോട് പോസിറ്റീവായിട്ട് സേവിംഗ്ലി നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് വിളിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. വേറെ ഒത്തിരി വാക്യങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല. അപ്പൊ വിളിച്ചു, അതിനെക്കുറിച്ച് വിശദീകരണം നൽകുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തത്, അങ്ങനെ വിളിച്ചവരെ എന്ത് ചെയ്തു? നീതീകരിച്ചു. നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ, നീതീകരണത്തെ കുറിച്ച് പല കാര്യങ്ങൾ 3-ാം അധ്യായം മുതൽ നമ്മൾ പഠിച്ചു. അതുകൊണ്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നീതീകരണം എന്ന് പറഞ്ഞാൽ കേവലം അക്വൈറ്റൽ അല്ല, ഫോർഗിവ്നെസ് മാത്രമല്ല, കുറ്റവിമുക്തനാക്കുകയും പാപം ക്ഷമിക്കുകയും മാത്രം ചെയ്യുന്ന കാര്യമല്ല നീതീകരണം. നീതീകരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്, അതിനേക്കാൾ അല്പം കൂടെ വ്യക്തമാകുന്ന ഒരു നീതീകരണം എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിച്ചു, പാപത്തിന് പരിഹാരം വരുത്തി, എന്നിട്ട് എന്നെ കുറ്റവിമുക്തനാക്കി ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല, എനിക്ക് കർത്താവിന്റെ നീതി എന്റെ നീതിയായി ദൈവം കണക്കിടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് നീതീകരണം. ആകട്ടെ, ഏറ്റവും അവസാനമായിട്ട് പറയുന്ന കാര്യം എന്തുവാ? തേജസ്കരിച്ചു. അപ്പോൾ മുന്നറിഞ്ഞു, മുൻനിർണയിച്ചു, വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. പൗലോസ് ഒരു പാസ്റ്റ് ടെൻസിലാ പറയുന്നത്. സ്തോത്രം. ദൈവത്തിലുള്ളതാകുന്ന നമ്മുടെ ആ ഉറപ്പിനെ കുറിച്ച് അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇതിനെക്കുറിച്ച് തേജസ് എന്നുള്ള വാക്ക് തന്നെ പൗലോസ് ഒരുപാട് പ്രാവശ്യം ഇതേ ലേഖനത്തിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 3:23 നമ്മൾ വായിക്കുന്ന ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. 5:2 വരുമ്പോൾ നാം ദൈവ തേജസിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു, ഇനിയും തേജസ് ലഭിക്കുമെന്നുള്ള പ്രത്യാശയിൽ നീതീകരിക്കപ്പെട്ട വിശ്വാസികൾ ആയിരിക്കുന്നു. പിന്നെ 8:21 സൃഷ്ടിയും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കുമെന്ന് വിചാരിച്ച് ആശയ്ക്ക് കീഴ്പ്പെട്ട് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വായിക്കുന്നു. എന്നാൽ ഫിലിപ്പിയർ 3:21 നമ്മൾ വായിക്കുന്നു, അതായത് നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തും. ആ completion of the process which he had began, അതിനെയാണ് തേജസ്കരണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ആകട്ടെ, ഈ 3 വാക്കുകളെ കുറിച്ച് അധികം വിശദീകരണം നമുക്ക് ആവശ്യമില്ല. നമുക്ക് മടങ്ങി വരാം. ഈ 5 വാക്കുകൾ ഉപയോഗിച്ചേക്കുന്നതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മിസ് ചെയ്യുന്നു. എന്താണെന്നറിയാമോ മിസ് ചെയ്യുന്ന വാക്ക്? അവിടെ മുന്നറിവുണ്ട്, മുൻ നിർണയമുണ്ട്, വിളിയുണ്ട്, നീതീകരണമുണ്ട്, പിന്നെ തേജസ്കരണമുണ്ട്. ഇതിനകത്ത് മിസ് ചെയ്യുന്നത് ഏതാ? വിശുദ്ധീകരണം. ആകട്ടെ, വിശുദ്ധീകരണം മിസ് ചെയ്യുന്നല്ലോ. വിശുദ്ധീകരണം എന്തുകൊണ്ടാ മിസ് ചെയ്യുന്നതെന്ന് ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ചിന്ത വരും. അത് സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമില്ലാത്ത കാര്യമായതുകൊണ്ടാണോ? അല്ല. അത് കൃപയാൽ നടക്കാത്ത കാര്യമായതുകൊണ്ടാണോ? അല്ല. ഇത് രണ്ടുമല്ല അതിന്റെ ഉത്തരം. കാരണം വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ 6-ാം അധ്യായം റോമാലേഖനം 6:22 തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് നിങ്ങൾ ദൈവത്തിന്റെ അടിമകളായതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം എന്താ? വിശുദ്ധീകരണവും പിന്നെ അതിന്റെ അന്തം നിത്യജീവനും. അപ്പൊ നിത്യജീവൻ ഏതിന്റെ അന്തമാ? വിശുദ്ധീകരണത്തിന്റെ അന്തമാ. അത് വളരെ വ്യക്തമാണ്. എബ്രായലേഖനം 12:14 നമ്മൾ വായിക്കുന്നത്, ശുദ്ധീകരണം കൂടാതെ ആരും എന്ത് ചെയ്യുന്നില്ല? ദൈവത്തെ കാണുന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മൾ പഠിക്കും. 2,
ഈ 29-ാമത്തെ വാക്യത്തിൽ മറ്റൊരു കാര്യം കൂടെ പൗലോസ് അതിന്റെ ഇടയ്ക്ക് കൂട്ടി യോജിപ്പിക്കുന്നു. അതിങ്ങനെയാണ്: മുൻ നിർണയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞേച്ച്. എന്തിനു വേണ്ടിയിട്ടാ മുൻ നിർണയിച്ചേക്കുന്നത്? പറഞ്ഞേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്. അപ്പൊ നമ്മളെ എന്തിനു വേണ്ടി മുൻ നിയമിച്ചേക്കുന്നു? കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ മുൻ നിയമിച്ചേക്കുന്നു. അങ്ങനെ മുൻ നിയമിച്ചേക്കുന്നതിന്റെ എൻഡ് റിസൾട്ട് എന്തുവാ? ദൈവത്തിന്റെ പദ്ധതി എന്താ? പുത്രൻ എന്ത് ചെയ്യണം? അനേക സഹോദരന്മാരിൽ ആദ്യജാതനാണ്. അപ്പൊ പുത്രൻ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് എന്നെ എന്ത് ചെയ്തു? പുത്രനോട് അനുരൂപപ്പെടാൻ മുൻ നിയമിച്ചു. It is not about mine, not selfishness, but it is about him. അവിടുത്തെ കുറിച്ചാ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. എനിക്ക് വേണ്ടി. ഇതല്ലേ ഇന്ന് കേൾക്കുന്നത്? ഇതാ മറ്റൊരു സുവിശേഷം. അതിന്റെ പുറകെ ദൈവജനം പോകരുത്. അവിടുത്തേക്ക് വേണ്ടി ഇല്ലേ? അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ വിശദീകരിക്കാം. ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നുണ്ട്. നമ്മൾ ആകട്ടെ. അപ്പോൾ വിശുദ്ധീകരണം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് എന്തുകൊണ്ട് ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല, വാക്കെടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോകുകയാണ്. സ്തോത്രം. ആകട്ടെ, 29-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുന്നു, നമ്മുടെ മുൻ നിയമനം എന്നുള്ളത് കർത്താവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? നമ്മളെ മുൻ നിയമിച്ചത്. ബിക്കമിങ് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പൊ വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ കേവലം ഡൂസ് ആൻഡ് ഡോൺസ് അല്ല, കർത്താവിനെ പോലെയാകുന്നതിന്റെ വേറൊരു പദമാണ് വിശുദ്ധീകരണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? കേവലം ഡൂസ് ആൻഡ് ഡോൺസ് അല്ല വിശുദ്ധീകരണം, പിന്നെയോ കർത്താവിനെ പോലെ ആകുന്നതാ വിശുദ്ധീകരണം. അതുകൊണ്ട് 29-ാമത്തെ വാക്യത്തിൽ വിശുദ്ധീകരണത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചേക്കുന്നത്. മനസ്സിലാക്കണേ. ഞാൻ അത് F.F. ബ്രൂസ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്തിന്റെ എനിക്ക് വളരെ സന്തോഷകരമായിട്ട് തോന്നി അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഞാൻ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു വായിക്കാം, എന്നിട്ട് അതിന്റെ മലയാളം പറയാം. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ: സാങ്ക്ടിഫിക്കേഷൻ ഈസ് ഗ്ലോറി ബിഗാൻ, ഗ്ലോറി ഈസ് സാങ്ക്ടിഫിക്കേഷൻ കൺസ്യൂമേറ്റഡ്. Sanctification is glory began, glory is sanctification consummated. ഞാൻ വിശദീകരിക്കാം. അതായത് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ തേജസ്കരണത്തിന്റെ തുടക്കമാണ്. തേജസ്കരണം എന്ന് പറയുമ്പോൾ ആരും ചിന്തിക്കരുത് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് തുടങ്ങുന്നല്ല അതിന്റെ അർത്ഥം. പിന്നെയോ നമ്മൾ മോറലി കർത്താവിനെ പോലെ ആകാൻ തുടങ്ങുകയാ. എപ്പം? ദൈവകുടുംബത്തിൽ ജനിക്കുമ്പം. അപ്പൊ ദൈവകുടുംബത്തിൽ ജനിക്കുമ്പോൾ ദൈവത്തോടുള്ള സാദൃശ്യവും സ്വരൂപവും, ദൈവത്തിന്റെ നീതിയും വിശുദ്ധിയും ഒക്കെയാണ് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും. ഇതാണ് പാപനിമിത്തം നഷ്ടമായതെങ്കിൽ ദൈവകുടുംബത്തിൽ ജനിച്ചു വീഴുമ്പോൾ കുടുംബത്തിന്റെ ട്രൈറ്റ്സ് തുടങ്ങുകയാണ്. ഇല്ലേ? വീട്ടിൽ ജനിക്കുമ്പോ ആ വീട്ടിലെ സ്വഭാവ രീതിയിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ വീണ്ടും ജനിക്കുമ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തേജസ്കരണം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചിന്തിക്കരുത് മുഖത്ത് തേജസ് ഉണ്ടെന്നോ അല്ലേലോ എല്ലാം ശരി, അതല്ല അർത്ഥം. പിന്നെയോ വിശുദ്ധീകരണം, കർത്താവിനെ പോലെയാകുന്നത് തുടങ്ങുകയും പിന്നെ ഇത് സമ്പൂർണമാകുന്നത് എപ്പോഴാ? ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ തേജസ്കരണം എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ വിശുദ്ധീകരണം സമ്പൂർണമാകുന്നു. അപ്പോൾ വിശുദ്ധീകരണം വേദപുസ്തകത്തിൽ ഇവിടെ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നു. മറ്റു വാക്കിൽ പറഞ്ഞാൽ holiness is conforming to the image of his son. തന്റെ പുത്രൻ
പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതാണ് വിശുദ്ധീകരണം. പ്രിയമുള്ളവരെ, ഇത് വചനത്തിന്റെ ഉപദേശമാണ്. നമ്മുടെ ഇടയിൽ ഇതില്ലാത്തതാണ് നമ്മുടെ കുഴപ്പം. ഈ ഉപദേശം കേൾക്കുന്നുമില്ല, ഇത് നമുക്ക് അറിയാനൊട്ടു താല്പര്യവുമില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീസസ് ഹാസ് ബിക്കം മോർ യൂസ്ഫുൾ ഫോർ അസ്. അതാ രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. വിസ കിട്ടും, ജോലി ശരിയാകും, അത് ശരിയാകും, ഇതേ ഉള്ളൂ. കർത്താവ് കുറെ യൂസ്ഫുൾ ചീസായി. A.W. ടോസർ എന്ന് പറയുന്ന ആ ഭക്തൻ പറയുന്നത് യൂട്ടിലിറ്റേറിയൻ ക്രൈസ്റ്റ്. യൂട്ടിലിറ്റേറിയൻ ക്രൈസ്റ്റ് കർത്താവിനെ അങ്ങ് ഉപയോഗിക്കുകയാ ഇതിനു വേണ്ടിയിട്ട്. നേരത്തെ നടക്കാത്ത കാര്യമെല്ലാം സഹോദരി നടക്കാൻ പോകുകയാ. 8-ാം മാസം 9-ാം തീയതി. നോ, അത് ആത്മാവല്ല. പിന്നെ എന്താ ആത്മാവ് ചെയ്യുന്നത്? ആത്മാവ് ചെയ്യുന്നത് പുത്രന്റെ സ്വരൂപത്തോട് എന്ത് ചെയ്യാൻ തുടങ്ങും? അനുരൂപ. അതായത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ച ബേസിക് ടീച്ചിങ് തന്നെ. അവൻ വരുമ്പോൾ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത് കൊണ്ട് എന്നെ എന്ത് ചെയ്യും? മഹിമപ്പെടുത്തും. അപ്പൊ എന്നെ മഹിമപ്പെടുത്താനുള്ളത് ആത്മാവ് ചെയ്യുന്നത്. കർത്താവിനെ മഹിമപ്പെടുത്താത്തത് എന്റേതും എന്റെ സ്വയവും എന്റെ സ്വാർത്ഥതയും എന്റെ ജോലി സ്ഥലത്തുള്ളവനെ വെട്ടിമാറ്റുന്നതും ഇതൊന്നും കർത്താവിന്റെ ആത്മാവല്ല പ്രിയരേ, അല്ല കേട്ടോ. കാരണം കർത്താവിന്റെ ആത്മാവ് അങ്ങനല്ല. കാരണം ഒരിക്കല് കർത്താവ് ശമരിയരുടെ പട്ടണത്തിൽ കൂടെ അങ്ങോട്ട് യാത്ര ചെയ്തപ്പോഴ് അവര് പറഞ്ഞു യെരുശലേമിൽ പോവുകയല്ലേ, ഇതിലേ വരണ്ട എന്ന് പറഞ്ഞു. ഉടനെ പത്രോസും യോഹന്നാനും കൂടെ ചെന്ന് എന്നോ പറഞ്ഞെന്നറിയോ? കർത്താവേ, ആകാശത്ത് നിന്ന് ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് ഇപ്പൊ തീയ ഇറക്കട്ടെ. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഏതാത്മാവിനാലാണ്, മനസ്സിലായോ ദൈവമക്കളെ, മനസ്സിലായോ? വെട്ടിമാറ്റുമെന്ന് പറയുന്ന ആത്മാവ് ഏതാത്മാവിനാണെന്നുള്ളത് തിരിച്ചറിഞ്ഞോണം. തമ്പുരാന്റെ പദ്ധതിപ്പെട്ട കാര്യമല്ല. കാരണം യേശു പഠിപ്പിച്ചത് എന്റെ അയൽവക്കക്കാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കാനാ പഠിപ്പിച്ച്. ഉടനെ യേശുവിന്റെ ആത്മാവ് ഇങ്ങോട്ട് വന്ന് എന്റെ അയൽവക്കക്കാരനെ മുടിച്ചു കളയുമെന്ന് പറയുന്നെങ്കിൽ അത് പരിശുദ്ധാത്മാവ് അല്ലെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവജനം മനസ്സിലായോ? അത് മനസ്സിലാക്കണം. വളരെ വ്യക്തമാ ദൈവത്തിന്റെ വചനം. ഇത് വാക്യങ്ങൾ വേണേ ഒത്തിരി തരാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ മനസ്സിലാക്കുക, ഈ വിശുദ്ധീകരണം എന്ന പ്രോസസ്സാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ തുടങ്ങുകയാ. കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യുക? അനുരൂപപ്പെടുക. ഈ പൗലോസ്ലീഹ പ്രസംഗിച്ചപ്പോ ഇതായിരുന്നു ലക്ഷ്യം. ഒന്ന് വായിക്കാമോ? 1-2 വാക്യങ്ങൾ വായിക്കാം. കൊലോസ്യർ 1:28-29. കൊലോസ്യർ 1:28-29. അവനെ ഞങ്ങൾ അറിയിക്കുന്നത്. നോക്കുക, ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ ഞങ്ങൾക്കൊരു അജണ്ടയേ ഉള്ളൂ. ഏതാ അജണ്ട? ഏതു മനുഷ്യനെയും, അവൻ ഇന്നലെ രക്ഷിക്കപ്പെട്ടവനാകട്ടെ, അവൻ പാവപ്പെട്ടവനാകട്ടെ, അവൻ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ വർക്ക് ചെയ്യുന്നവനാകട്ടെ, അല്ല അവൻ ക്യൂപ്പിയിൽ വർക്ക് ചെയ്യുന്നവനാകട്ടെ, ഒന്നും വിഷയമല്ല. ഞങ്ങൾക്ക് ഒരജണ്ടയേ ഉള്ളൂ. അവനെ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക. ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക. ടു മേക്ക് എവ്രി മാൻ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതുകൊണ്ട് അതിനുവേണ്ടിയാ ഞങ്ങൾ എന്ത്? അടുത്ത വാക്യം കൂടെ വായിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ ഏതു മനുഷ്യനെയും എന്ത് ചെയ്യുന്നു? പ്രബോധിപ്പിക്കുന്നു. പിന്നെ വായിച്ചേ. ഏതു മനുഷ്യനോടും, അവൻ പണ്ഡിതനാകട്ടെ, പാമരനാകട്ടെ, അവൻ കാശുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, അവൻ എന്തു ആകട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ഈ ഒരു അജണ്ടയേ ഉള്ളൂ. ഏതു മനുഷ്യനെയും ഞങ്ങൾ എന്ത് ചെയ്യുക? പ്രബോധിപ്പിക്കുക. എന്തിനാ? വായിച്ചു. സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ പൗലോസ് പ്രസംഗിച്ചപ്പോ ഇതായിരുന്നു അജണ്ട. ദൈവമക്കളായോ? എന്നാൽ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്ന പ്രക്രിയയിൽ കൂടെ നമ്മൾ മുന്നേറണം.
ഇതാ വചനത്തിന്റെ പഠിപ്പീര്. അപ്പൊ ശുദ്ധീകരണവും തുടങ്ങിയ വിളിയിൽ നീതീകരിക്കപ്പെടുമ്പോൾ ആ നിമിഷം എന്തോ തുടങ്ങിയ ശുദ്ധീകരണം തുടങ്ങിയ കർത്താവിനോട് അനുരൂപപ്പെടുക. ഇനി ദൈവസഭയിൽ എന്തിനാ ഓഫീസസും കൃപാദാനങ്ങളും കൃപാവരപ്രാപ്തരെയും തന്നത്? Make no mistake about that. Make no mistake about that. വചനം വായിച്ചേ. എന്തിനാ കൃപാവരം? എന്തിനാ കൃപാവരം? തെറ്റിപ്പോകരുതേ ദൈവമക്കളെ, തെറ്റിപ്പോകരുതേ. കൃപാവരം എന്തിനാ? വായിച്ചേ. എഫേസ്യർ 4:11 മുതൽ 13 വരെ. എഫേസ്യർ 4:11 മുതൽ 13 വരെ. ഒന്ന് ശ്രദ്ധിക്കണമേ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും നിയമിച്ചു. എന്തിനാ നിയമിച്ചത്? അത് നാം എല്ലാവരും. ഒന്ന് നിർത്തിക്കേ. അവിടെ വല്ല എക്സെപ്ഷനും ഉണ്ടോ? ഒരെക്സെപ്ഷനും ഇല്ല. നാം എല്ലാവരും, നാം എല്ലാവരും കൃപാവരം തന്നേക്കുന്നത് ഇന്ന് പലരും അതിന് ഭയങ്കര ഫാന്റാസ്റ്റിക് വേഴ്സസ് എടുക്കുന്ന പാർട്ടികളെ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം പ്രവാചക ശിഷ്യന്റെ ഭാര്യമാരെ ഒരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ പറഞ്ഞു എണ്ണ പകർന്നുകൊണ്ട് വിറ്റ്. അപ്പൊ എണ്ണയെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്. അപ്പൊ കൃപാവരം വിറ്റ് നീ എന്ത് ചെയ്യുക? പറയുന്ന ഉണ്ടുണ്ട്. നിങ്ങൾ ചിരിക്കുകയൊന്നും വേണ്ട, സത്യമാ ഞാൻ ഈ പറയുന്നേ. നോ, അങ്ങനെയല്ല. തിരിച്ചെന്നെ തെളിയിച്ചു തന്നാൽ ഞാൻ എൻ്റെ ഐഡിയ മാറ്റാൻ തയ്യാറായി. കാരണം എനിക്ക് സത്യം അനുസരിക്കണമെന്നേ ഉള്ളൂ. എനിക്കല്ലാതെ ഒരു പ്രജുഡിസും ഇല്ല. സത്യം എനിക്ക് അനുസരിക്കണം. എനിക്ക് നിത്യതയെ പോകണം. എൻ്റെ മുൻപിലിരിക്കുന്ന നിങ്ങളും നിത്യതയെ കാണണം. ഈ ഒരു അജണ്ടയെ എനിക്കുള്ളൂ. ആകയാൽ അത് നാം എല്ലാവരും. പിന്നെ വായിച്ചേ. ഓരോ വാക്കും ഇമ്പോർട്ടൻ്റാ എൻ്റെ പ്രിയരെ. ഞാൻ പറയട്ടെ, വചനത്തിൽ ഒരു വാക്ക് പോലും ചുമ്മാതെ പേജ് ഫില്ല് ചെയ്യാൻ വെച്ചിട്ടില്ല. വായിച്ചേ, ഓരോ വാക്കും ഇമ്പോർട്ടൻ്റാ. വായിച്ചു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള അവിടെ നിർത്തിക്കേ. ഈ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം വരാൻ വേണ്ടിയിട്ടാണ് ഈ ശുശ്രൂഷ ഒരുക്കിയേക്കുന്നത്. പക്ഷെ ഇന്ന് അതല്ല. കുഴപ്പം ഇടാന്നറിയാവോ? ഇന്ന് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് മറ്റേ കാര്യങ്ങളൊക്കെയാ പറയുന്നത് കൊണ്ട് മറ്റേ കാര്യങ്ങളാ വലുത്. എന്നാൽ പൗലോസ് ആ ഭാഗം വിരൽ വെച്ചിട്ട് അടുത്ത ഒരു ഭാഗം ഒന്ന് മറിച്ചേ. അവിടേക്ക് നമ്മൾ തിരിച്ചു വരും. പരിജ്ഞാനം, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വന്നേ. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 2:3-8 വായിച്ചേ. അപ്പം മറ്റേ വാക്യം ഓർക്കുന്നുണ്ടോ? കൃപാവരം എന്തിനാ? ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് വേണ്ടിയിട്ടാ. ഇവിടെ പൗലോസ് പറയുക അത്രയുമല്ല, ദൈവപുത്രന്റെ കർത്താവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, the excellency of the knowledge of Christ, അത് കണ്ടു കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്യുന്നു? മറ്റേതൊക്കെ എന്താ? ചവറ്. ഇത് പറയാൻ തന്റെ ഇടമുണ്ടോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ? ക്യൂപ്പിയിലെ ജോലിയും റാസ്ഗാസിലെ ജോലിയും എല്ലാം ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയുമായി കമ്പയർ ചെയ്യുമ്പോ എന്താ പറയാമോ? ചവറ. അപ്പൊ ഈ ചവറ് ചണ്ടി തരുന്ന പരിപാടിക്കല്ല പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ചവറ് തരുന്ന പരിപാടിയല്ല പരിശുദ്ധാത്മാവിൻ്റെത്. പിന്നെയോ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ
അപ്പൊ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും സുവിശേഷന്മാരെയും ഇടയന്മാരെയും നിയമിച്ചത് എന്തിനാ? അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും. ആ വാക്കുകളൊക്കെ ഇമ്പോർട്ടന്റ്. തികഞ്ഞ പുരുഷത്വം, ദ മെച്യൂരിറ്റി, ക്രിസ്ത്യൻ മെച്യൂരിറ്റി, കർത്താവിനെ പോലെ നമ്മളാകുക. അപ്പൊ ശുദ്ധീകരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ഇതെങ്ങനെയാ സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോറി ബിഗാൻ എന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്കരണത്തിന്റെ ആരംഭമാണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ 2 കൊരിന്ത്യർ 3:18 ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 3:18. എന്നിട്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. നോക്കിക്കേ, തേജസ്സിന്മേൽ തേജസ്. ഗ്രാജുവലി മൂടുപടം നീങ്ങിയ മുഖത്ത് നാം എന്ത് ചെയ്യുന്നു? കർത്താവിന്റെ തേജസ്സിനെ എന്ത് ചെയ്യുന്നു? കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഭാവിയിലെ കാര്യമാണെന്ന് നമുക്ക് ഉറപ്പാക്കായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. പിന്നെയോ നാം രൂപാന്തരപ്പെടുന്നു. മനസ്സിലായോ? കർത്താവിന്റെ തേജസ്, അതായത് പുത്രനോട് നമ്മൾ എന്ത് ചെയ്യുകയാ? അതാ വിശുദ്ധീകരണം. പുത്രനോട് അനുരൂപപ്പെടുന്ന വിശുദ്ധീകരണം. അങ്ങനെ നാം എന്ത് ചെയ്യുന്നു? നാം രൂപാന്തരപ്പെടുകയാ. ബിഹോൾഡിങ്, but we all with unveiled face beholding as in a mirror the glory of the Lord are being transformed into the same image from glory to glory, just as from the Lord the Spirit. അപ്പോൾ a gradual change, ഓരോ ദിവസം കഴിയുമ്പോഴും നാം എന്ത് ചെയ്യുക? ഫ്രം ഗ്ലോറി ടു ഗ്ലോറി. നോക്കിയേ, തേജസ്സിന്മേൽ തേജസ് ഓരോ ദിവസവും. എന്താ? അതാ വിശുദ്ധീകരണം. അങ്ങനെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ഒരു ദിവസം സമ്പൂർണമാകുന്ന പ്രോസസ്സാണ് തേജസ്കരണം. മനസ്സിലായോ? അപ്പൊ നീതീകരണത്തിനും തേജസ്കരണത്തിനും ഇടയിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി, കർത്താവിന്റെ പ്രതിമയായി, ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ്. ആ കർത്താവിന്റെ സ്വരൂപത്തോട് നമ്മൾ എന്ത് ചെയ്യുക? രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? മുൻ നിയമിച്ചത്. അപ്പൊ ഫാമിലി, ഞാൻ പറഞ്ഞല്ലോ, കുടുംബത്തിലെ ഭാഷയാ മുൻ നിയമനവും മുന്നറിവും. അപ്പൊ നമ്മളോട് ദൈവത്തിന്റെ ആത്മാവ് പറയാ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ വിളിച്ചത് ബെയർ മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. സ്വർഗത്തിൽ പോകും, എന്നാൽ അതിനേക്കാളും നമ്മളെ എന്തിനോട് അനുരൂപപ്പെടുത്താനാ? കർത്താവിനോട് അനുരൂപപ്പെടുത്താനാ. കാരണം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ദൈവമക്കളെ, നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട്. നോക്കിയേ, അത് വാക്ക് ശ്രദ്ധിക്കണം. താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് എന്താകും? അവനോട് സദൃശ്യന്മാരാകും. അക്ഷരികമായി കാണുമ്പോൾ ഒരു നിമിഷം കൊണ്ട് നമ്മൾ മുഴുവനായി ചേഞ്ച് ആകും. എന്നാൽ ഇപ്പം നാം എന്ത് ചെയ്യുക? ആത്മീയമായി കണ്ടോണ്ടിരിക്കുക കർത്താവിനെ. കണ്ണാടിയിൽ കടമൊഴിയായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അത് പ്രതിഫലിച്ച് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നാം അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് അവസാനം തനിരിക്കും പോലെ കാണുമ്പോൾ അവനോട് സദൃശ്യന്മാരാകും. ഇതാ തേജസ്കരണം. മനസ്സിലായോ? വിശുദ്ധീകരണത്തിന്റെ അന്തം എന്താ? നിത്യജീവൻ. നിത്യജീവൻ. അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ആകട്ടെ, അവിടം കൊണ്ടും തീരുന്നില്ല. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യം, ആ വാക്യം കൂടെ ഒന്ന് വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. എഫേസ്യ ലേഖനം. ഞാൻ പറയുന്ന ഈ കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ടോ എൻ്റെ പ്രിയരെ? മനസ്സിലാകുന്നില്ലേ? ദയവായിട്ട് ചോദിക്കണേ. എഫേസ്യ ലേഖനത്തില്
അതിന്റെ 2-ാം അധ്യായം, അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ, അതിന്റെ 6-ാമത്തെ വാക്യം. ആ, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ എന്ത് ചെയ്യേണ്ടത്? കാണിക്കേണ്ടതിന്. അപ്പൊ കൃപ ഇവിടെ തുടങ്ങിയതേ ഉള്ളൂ. കൃപയുടെ പരിപാടി, ആ പ്രോസസ്, ആ പ്രവൃത്തി എന്നെ തുടങ്ങി എപ്പോഴേ? രക്ഷിക്കപ്പെട്ടപ്പോ. കൃപയാൽ. ഇനി കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ, തീർന്നിട്ടില്ല, ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ, വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന്. അപ്പൊ നിത്യതയിൽ നാം എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പക്ഷെ ഒരു കാര്യം യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, നിത്യതയിൽ അവനോട്, അവിടുത്തെ രൂപത്തോട് നമ്മൾ എന്ത് ചെയ്യും? സദൃശ്യന്മാരാകും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഇപ്പം നമ്മൾ കണ്ട്, കർത്താവിന്റെ മുഖത്തെന്നും കണ്ട്, ബിഹോൾഡിങ് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അത് നോക്കിക്കൊണ്ട് അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഈ ബോഡിയിൽ, ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. എങ്കിലും ഓരോ ദിവസവും രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക, വിശദീകരണം. എന്നാൽ ഒരു ദിവസം ഈ ലിമിറ്റേഷൻ അങ്ങ് മാറും. ഈ പാപത്തിന്റെ പ്രേരണയുള്ള, ഈ സ്വയത്തിന്റെ പ്രേരണയുള്ള ഈ ശരീരത്തിന്റെ ലിമിറ്റേഷൻ മാറിയിട്ട് കർത്താവിനെ താനിരിക്കുന്നത് പോലെ കാണുമ്പോൾ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. സാങ്ക്ടിഫിക്കേഷന്റെ കൺസ്യൂമേഷനാണ് ഗ്ലോറിഫിക്കേഷൻ. വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണമാണ് മഹത്വീകരണം. മറന്നുപോകരുത് കേട്ടോ. ഇനിയും എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കർത്താവ് ചെയ്യുന്നേ? ഇതുകൊണ്ടും തീർന്നില്ല. കർത്താവിന് അതിനേക്കാളും വലിയൊരു പ്ലാനുണ്ട്. എന്താ ആ പ്ലാന്? നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കാം. എന്താണ് കർത്താവിന്റെ പ്ലാൻ? കർത്താവിന്റെ പ്ലാന് ആ 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. ആദ്യജാതൻ എന്ന പദപ്രയോഗം തന്നെ വിശദീകരണം ആവശ്യമുള്ളതാ. എനിക്കത് 1 മണിക്കൂറെങ്കിലും വേണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ റെഫർ നിങ്ങൾ കർത്താവിന്റെ ദാസൻ പി ടി തോമസ് സാറിന്റെ ബൈബിൾ ക്ലാസ് കേട്ടവര്, പ്രത്യേകിച്ച് കൊലോസി ലേഖനത്തെ കുറിച്ചുള്ള ആ 2nd ഡേയിലെ ക്ലാസ് കേട്ടാൽ ഈ ആദ്യജാതൻ എന്നുള്ള പ്രയോഗത്തിന്റെ വളരെ വ്യക്തമാകുന്ന ഉപദേശം നമുക്കതിൽ നിന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് സമയമില്ല. അപ്പൊ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? കൊലോസി ലേഖനം 1:18 മലയാളത്തിൽ അത് ആദ്യ ജാതൻ എന്ന് അവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെയാ പറഞ്ഞേക്കുന്നത്. മുമ്പനാകേണ്ടതിന്. അത് തന്നെ അർത്ഥം. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ മുമ്പൻ, പ്രീ എമിനന്റ് ആകേണ്ടതിന്. വായിച്ചു. നോക്കുക. അപ്പം അവിടുന്ന് എന്താകണം? സകലത്തിനും മുമ്പനാകണം. അപ്പൊ സകലത്തിലുമുള്ള ദൈവിക പദ്ധതി എന്തുവാ? പുത്രൻ താൻ എന്ത് ചെയ്യണം? ഉയർത്തപ്പെടണം. പുത്രന്റെ മഹത്വമാ ലക്ഷ്യം. അപ്പൊ നമ്മളെ വിളിച്ച്, നമ്മളെ മുന്നറിഞ്ഞു, നമ്മളെ മുൻനിയമിച്ചു, നമ്മളെ വിളിച്ചു, നമ്മളെ നീതീകരിച്ചു, നമ്മളെ തേജസ്കരിക്കുന്നതിൽ അവിടം കൊണ്ട് തീരുന്നില്ല. കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കുമ്പോൾ എന്നിൽ കൂടെ എന്ത് ചെയ്യുന്നു? അയ്യോ, പാപം ചെയ്ത് വീണുപോയ, ഈ പാപത്തിന്റെ പ്രേരണ എപ്പോഴും ഉള്ളിലുള്ള എന്നെ കർത്താവിനോട് അനുരൂപപ്പെടുത്തുന്നതിലൂടെ എൻ്റെ പൊന്നു കർത്താവ് സകലത്തിലും ആദ്യജാതനാകേണ്ടതിന് ഇറ്റ് ഈസ് അബൌട്ട് ഹിം, നോട്ട് അബൌട്ട് മീ. നിത്യതയിൽ പ്രിയമുള്ളവരെ, അവിടെ സ്വയത്തിന്റെ ഒരു ചിന്ത പോലും ഉണ്ടാകത്തില്ല. കാരണം അവിടെ പ്രീഒക്കുപ്പേഷൻ എന്താണെന്നറിയാമോ? ദൈവകുഞ്ഞാടാ പ്രീഒക്കുപ്പേഷൻ. സിംഹാസനവുമല്ല, കിരീടവുമല്ല, വീടുകളുമല്ല, ഇതൊന്നുമല്ല വിഷയം. നിത്യതയിൽ വിഷയം കർത്താവാ വിഷയം. കുഞ്ഞാടെ, നീ അവിടുന്ന് അറുക്കപ്പെട്ടു. അവിടുത്തെ രക്തത്താൽ ഗോത്രങ്ങളിൽ നിന്ന്, ഭാഷകളിൽ നിന്ന്, വംശങ്ങളിൽ നിന്നുള്ള ഞങ്ങളെ അങ്ങയുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയല്ലോ. അവിടുന്ന് മാത്രം യോഗ്യൻ, അവിടുന്ന് മാത്രം യോഗ്യൻ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്.
അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിലും ഇത് തുടങ്ങണം. അതുകൊണ്ടല്ലേ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു വാക്യം എങ്ങനെയുണ്ട്? അവനിൽ ആശ വെച്ചവരായ നാം അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടതിന് തന്നെ. എഫേസ്യ ലേഖനം 1:6 നമ്മൾ വായിക്കുന്നു, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് സ്നേഹത്തിൽ നമ്മെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു. 12-ാം വാക്യം, അവന്റെ മഹത്വത്തിന്റെ, അതായത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ്രയിച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. 14-ാമത്തെ വാക്യത്തിൽ തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് എല്ലാത്തിൻ്റെയും ആ ദൈവത്തിന്റെ ഗോൾ എന്താണെന്നറിയാമോ? തന്റെ പുത്രൻ താൻ സകലത്തിലും സകലവുമാകേണ്ടതിന്. നോക്കിയേ, ദൈവത്തിന്റെ അനാദികാലം മുതലുള്ള ദൈവ നിർണയം നോക്കിയേ. പുത്രൻ താൻ സകലത്തിലും. പുത്രന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ എന്ത് ചെയ്തു? മുൻ നിയമിച്ചു, തെരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഇത് മറന്നു പോകരുത്. അതായത് പൗലോസ് ഇത് തന്നെയാ പറയുന്നത്. തന്റെ സുവിശേഷ ഘോഷണത്തിലെല്ലാം ഇതാണ് തന്റെ എപ്പോഴും. അതായത് ജാതികളെ വിളിച്ചതിനെ കുറിച്ച് നമ്മൾ ഈ റോമാലേഖനത്തിൽ തന്നെ, ഞാൻ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഇങ്ങനെയാണ്, സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞേക്കുന്നതാകുന്ന ഒരു കാര്യം. അതിന്റെ 6-ാം വാക്യം, 1:6, നിർണയിക്കുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ ഞങ്ങൾ അവന്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന്. ഇപ്പൊ സുവിശേഷത്തെ കുറിച്ചുള്ള പൗലോസിന്റെ കാഴ്ചപ്പാട് കുറച്ചുപേരെ രക്ഷിക്കുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമല്ല, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്നറിയാമോ? അവിടുത്തെ നാമത്തിനായി, for the sake of his name. ഞാനൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഈ മൊറേവിയൻ മിഷണറി സമൂഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഉണ്ടാകാം നിങ്ങൾ. അവരുടെ ആശയം ഞാൻ വായിച്ചത് എങ്ങനെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ആശയം ഇതാണ്. അവർ പറയുന്ന ഒരു വാക്കുണ്ട് സുവിശേഷീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, let us win for the lamb the glory that is due his name. സുവിശേഷ ഘോഷണത്തെ കുറിച്ച് അവർ പറയുന്നത്, let us win for the lamb the glory due his name. അവിടുത്തെ നാമത്തിന്റെ യോഗ്യമായ മഹത്വം ഉണ്ടാകേണ്ടതിന് let us go, നമുക്ക് പോകാം. അതുകൊണ്ടാണ് ഈ മൊറേവിയൻ മിഷണറി സമൂഹം, അവരെ പോലെ കമ്മിറ്റഡ് ആയിട്ടുള്ളവര് വളരെ ചുരുക്കം, ഒത്തിരി പേരുണ്ട് ഇൻഡിവിജ്വലി, എന്നാൽ ഒരു സമൂഹം എന്ന നിലയിൽ അവരെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുള്ളതൊക്കെ, ഒരിക്കൽ ഒരു പ്രത്യേക ആഫ്രിക്കയിൽ, അന്ന് മറ്റ് ഫ്രഞ്ചുകാരുടെയൊക്കെ മേൽക്കോയ്മയിലായിരുന്നല്ലോ അവിടെ, ഒരു പ്രത്യേക വില്ലേജിൽ ഈ കുഷ്ഠരോഗികൾ മാത്രമുള്ള വില്ലേജുണ്ട്. അപ്പൊ അവരോട് സുവിശേഷം പറയണം, പക്ഷെ അങ്ങോട്ട് കയറാനൊക്കെയില്ല. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ടിറങ്ങാൻ സമ്മതിക്കത്തില്ല മറ്റുള്ള ഗോത്രക്കാർ അല്ലെങ്കിൽ അവിടെയുള്ളവർ. മൊറേവിയൻ മിഷണറി സമൂഹത്തിലുള്ള ഒരു സഹോദരൻ എന്ത് ചെയ്യുന്നറിയാമോ? ആ കാലത്ത് അവരുടെ സമ്പൂർണമായിട്ട് അവരുടെ ഇടയിൽ അങ്ങ് പോയി. തിരിച്ചു വരാൻ നോക്കിയല്ല, ബട്ട് ഹി വെന്റ് there knowing fully well that he will contract this sickness and he will die there. ഈ രോഗം പിടിച്ച് താൻ അവിടെ മരിക്കുമെന്ന് മനസ്സിലാക്കി താൻ അവിടേക്ക് കടന്നുപോയി. എന്തിനാ? ഇത് വല്ലോ ഈ ലോകത്തിൽ വല്ലോ സമ്പാദിക്കാനോ? ഇന്ന് നമ്മൾ കേൾക്കുന്ന പോലെ ഈ കറുത്ത പുസ്തകം ഇപ്പൊ ഉയർത്തിയ കുറെ കഴിയുമ്പോൾ നിന്നെ ഉയർത്തുമെന്ന് പറയുന്ന എന്റെ ധാർഷ്ട്യവും എന്റെ സ്വാർത്ഥപരമാകുന്ന ഇച്ഛയ്ക്കും വേണ്ടിയിട്ടാണോ അവരത് ചെയ്തത്? നോ. മറ്റൊരു സഹോദരൻ ചെയ്തത്, അടിമത്വം ഉള്ള ആ കാലത്ത് അടിമകളുടെ ഇടയിൽ അടിമകളെ കർത്താവിന് വേണ്ടി നേടേണ്ടതിന് അടിമച്ചന്തയിൽ പോയിട്ട് അവിടെയുള്ള ഒരു യജമാനന് അടിമയായി തന്നെ വിറ്റ് അടിമകളുടെ ഇടയിൽ അവർ പോയി. അവരുടെ ആപ്തവാക്യം ഇതാ, let us win for the lamb the glory due his name.
കുഞ്ഞാടിന് അവിടുത്തെ നാമത്തിന് യോഗ്യമായ മഹത്വമുണ്ടാകേണ്ടതിന് നമുക്ക് പോകാം. ലെറ്റ് us go. എൻ്റെ പ്രിയരെ, ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. സുവിശേഷം പറയുന്നത് എന്തിന്? സുവിശേഷം പറയുന്നത് എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അത് കിട്ടും. എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടല്ല. അതിനേക്കാൾ ഉപരിയായി അവൻ്റെ നാമത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി. ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കുന്നത് എന്തിനാ? എനിക്ക് ഈ ലോകത്തിൽ കുറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ അല്ല, എൻ്റെ കർത്താവിൻ്റെ നാമം എന്നിൽ മഹത്വപ്പെടേണ്ടതിനായിട്ട്. ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് കയറട്ടെ. നമ്മളെ മുൻ സ്നേഹിച്ചു, മുൻ നിർണയിച്ചു, കൃപയാൽ വിളിച്ചു, നമ്മെ നീതീകരിച്ചു, തേജസ്കരിച്ചു മരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാർ, ഒരാൾക്ക് ദയവായി പ്രാർത്ഥിക്കാം.